ഹലോ, കോഴിക്കോട് ഭാസ്കരേട്ടൻ്റെ സർബത്ത് കട അറിയോ? എന്നാ വാ കാണിച്ചു തരാം. വരി. അപ്പോൾ മക്കളെ, ഇതാണ് ആ പാലിറങ്ങി നേരെ വന്നാൽ നമ്മളെ ഭാസ്കരേട്ടൻ്റെ സർബത്ത് കട ആയി. ഒരുപാട് ആളുകൾ വന്നിട്ട് കുടിച്ചിട്ടുണ്ട് സർബത്ത്, മോര്, സോഡ സർബത്ത്, നാരങ്ങ സോഡ. ഇത് ഇവിടെ മെയിനായിട്ട് മറ്റേ ഇതാണ് പാൽ സർബത്ത്. ഒരു വൈബാണ് സംഭവം. കോഴിക്കോട് വന്നവരാരും അത് കുടിക്കാണ്ട് പോയിട്ടില്ല. അപ്പം അത്രയ്ക്ക് ഫേമസ് ആണ് നമ്മളെ ഭാസ്കരേട്ടൻ്റെ സർബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആണ്ടാ, ഭാസ്കരേട്ടൻ്റെ സർബത്ത് കട. ഇവിടെ എപ്പോൾ വന്ന് നോക്കിയാൽ ആളുകളുണ്ടാവും, നല്ല തിരക്കാണ്. അതാണ് ഭാസ്കരേട്ടൻ ആയിരിക്കണ നീല ഷർട്ട്. മൂപ്പര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പണിയും. സർബത്തും ഐസ് പൊട്ടിച്ചിടലും നാരങ്ങ വീയലും പാലൊഴിക്കലും ഇതൊക്കെയാണ് മൂപ്പര പണി. ഇതാണ് ഭാസ്കരേട്ടൻ. ഭാസ്കരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെ സർബത്തിൻ്റെ എന്താണ്? നിങ്ങളുടെ സർബത്ത് ഞങ്ങളെ മലപ്പുറം ജില്ലയിലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടാ. അപ്പം നിങ്ങളൊന്ന് കാണാച്ചിട്ട് വന്നതാണ്. ഇതാണ് സർബത്ത്, പാൽ സർബത്ത് കേട്ടോ. പിന്നെ അപ്പുറത്ത് നാരങ്ങ സോഡ സർബത്തൊക്കെ ഉണ്ടാക്കുകയാണ്. കോഴിക്കോട് വന്ന് അന്വേഷിച്ചാൽ അറിയാം, ഭാസ്കരേട്ടൻ്റെ സർബത്ത് കട ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും കേട്ടോ. അത്രയ്ക്കും ഫേമസ് ആണ് നമ്മളെ ഭാസ്കരേട്ടൻ്റെ സർബത്തിൻ്റെ കട. അപ്പം എല്ലാവരും ഇതുവഴിക്ക് വരുമ്പോൾ നമ്മളെ സർബത്തൊന്ന് ടേസ്റ്റ് നോക്കുക. സൂപ്പറാണ് നമ്മളെ ഭാസ്കരേട്ടൻ്റെ സർബത്ത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ നേരെ പാലിറങ്ങി ബീച്ചിലേക്ക് പോണ സ്ഥലത്താണ്. ഓക്കെ.